Hey guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പുറത്തിരുന്നിട്ടാണ് എടുക്കുന്നത്. കാരണം അകത്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം ഫാൻ ഇടാനും പറ്റില്ല. കാരണം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണം. കാരണം ഫാൻ ഇട്ടിട്ട് ചെയ്യാൻ എന്തായാലും പറ്റില്ല. അത് കാരണമാണ് ഞാനിങ്ങനെ പുറത്ത് വന്നിരുന്ന് ചെയ്യാന്ന് വിചാരിച്ചിരിക്കണം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിയാ സീഡിന് ഒരു വൈറൽ പാക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കിൽ മിൽക്ക് ചേർക്കണ കാരണം നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഈ ഒരു മെത്തേഡിൽ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവും. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞാൽ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ചിയാ സീഡിനെ തേന വെള്ളത്തിലാണ് കുതിർത്തിട്ട് വെച്ചേക്കണത്. അപ്പോൾ ഏകദേശം ചെറുതായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ചോറാണ്. ഞാൻ ഇത്രയും ചോറാണ് എടുത്തേക്കണത്. നമുക്ക് ഇനി ചിയാ സീഡിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടി ഞാൻ അരച്ചിട്ട് വരാം. നമ്മുടെ ചിയാ സീഡും അതുപോലെ ചോറും കൂടി അരച്ചിട്ട് ഞാൻ കൊണ്ടുവന്നേക്കാണ്. ഇതിനെ ഇത്രയും കട്ടിയിലാണ് കിട്ടിയത്. അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ചിയാ സീഡിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ അരച്ചെടുത്തേക്കണത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ശർക്കരയാണ്. ശർക്കര ഉരുക്കിയതുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ചുരണ്ടി ആണെങ്കിലും എടുത്താലും മതി. ഞാൻ തന്നെ ചുരണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഉരുക്കിയത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചുരണ്ടി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് ഞാൻ എടുത്തേക്കണം. കാരണം ഫേസിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അന്നത്തെ പോലെ ഇങ്ങനെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇങ്ങനെ കട്ടിക്ക് എടുത്തേക്കണത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ എന്തായാലും കഴുകി വന്നേക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയർ ബാൻഡ് ഞാൻ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. സാറില്ല, തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇടുന്ന സമയത്ത് കഴുത്തിലും ചെവിയുമൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നില്ല. കാരണം ബാക്കിയിലിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിലിടും. കാരണം വീഡിയോയിൽ ഇട്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡ്രസ്സ് അടക്കം ഞാൻ നാശാക്കി കളയും. ഇതൊക്കെ ഡ്രസ്സ് മുട്ടി പിടിച്ചെങ്കിൽ ഭയങ്കര പാടാണ് പോവാൻ. ഇനി നമുക്കൊരു 30 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യണം. ഇത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഗൈസ്, എൻ്റെ ഡുണ്ടു വരുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട് ഡുണ്ടു. എന്താ ഇതേനാ ഡുണ്ടു വാടാ. പിശാശി എടുക്കാൻ സമയത്തില്ല. അങ്ങനത്തെ സാധനമാണിത്. എനിക്ക് വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുമെന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇത് ചലച്ച് ഇങ്ങനെ ഇരിക്കുള്ളൂ. എപ്പം നോക്കിയാലും മ്യാവും 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 തന്നെ പറഞ്ഞിരിക്കുള്ളൂ. ഇതിന് വായ പോലും കഴക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അതുമാതിരിയാണ് ഇത് മ്യാവും 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങടാണ്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ബാക്കിൽ. അതെ. പിന്നെ ഡുണ്ടുവിന്റെ മാമൻ വരുന്നുണ്ട്. ഇത് അവിടെ ഇരിക്കുന്നത്. ഇതാണ് ഡുണ്ടുവിന്റെ മാമൻ. ഡുണ്ടുവിന്റെ അമ്മ ഹണിമൂണിന് പോയിക്കാണ് ഗൈസ്. 2-3 ദിവസമായിട്ട് ഇവിടെ കാണാനില്ല. ഒരു കണ്ടപ്പന്റെ കൂടെ നടക്കുന്നുണ്ട്. 30 മിനിറ്റ്സ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പം ഞാനൊരു സ്പൂണാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ പറ്റണമൊക്കെ ഞാനിങ്ങനെ എടുത്തേക്കാണ്. കാരണം വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രാന്ത് പിടിക്കുന്നത് ഇങ്ങനെ പോയേയില്ല. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇരുട്ടായി വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അകത്തേക്ക് പോവാണ്. കാരണം ഇവിടെ നിന്നിട്ട് കൊതുക് കടിച്ചിട്ട് വയ്യ ഗൈസ്. അപ്പം എന്തായാലും അകത്ത് ചെന്നിട്ട് ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫേസ് ഇതേ തുടച്ചിട്ടൊക്കെ വന്നേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലാവും. ഈ ബ്രൈറ്റ്നസ്സും അതുപോലെ ഒരു ഗ്ലോ ഒക്കെ നമ്മുടെ ഫേസിൽ വന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ ഇടാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഡെയിലി അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് കിട്ടാണ് ചെയ്തത്. ഈ പാക്കിൽ നമ്മൾ സ്കിന്നിനെ എക്സ്പോളേറ്റ് ചെയ്യണം. ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെയിലി അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല എന്ന്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് മാത്രം എന്ന് പറയണില്ല, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാട്ടത്. അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുരുക്കളൊക്കെ വന്നു എന്ന് വരും. അവർക്ക് എന്തായാലും ധൈര്യമായിട്ട് യൂസ് ചെയ്യട്ടെ. ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ വീഡിയോ ഇത്രയോട് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ നനച്ച് കൂട്ടിയേക്കാണ്. സാറില്ല, ഇപ്പൊ ചൂടല്ലേ. അപ്പം എന്തായാലും ഫാനിന്റെ ചൂട്ടിൽ പോയി നല്ല സുഖം കിട്ടും. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.